മിണ്ടൂലായിരുന്നു. ഞാൻ 4 മാസം കിടന്ന കിടപ്പായിരുന്നു. ഡോക്ടർ വരെ എന്നെ കൈ ഒഴിഞ്ഞതാണ്. ഞാൻ എല്ലാ അമ്പലത്തിലും തൊഴുത് ഇവിടെ അമ്മയുടെ അടുത്ത് വരും. അതിൻ്റെ ഒറ്റ ശക്തി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്ന്. എനിക്കിതൊക്കെ ഇട്ടാണ്ട് ഞാൻ ഇവിടെ നിന്ന് നീങ്ങില്ല അമ്മേന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരു വിളി വിളിച്ചു. അമ്മ ആ വിളി കേട്ടു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അമ്മ പട്ടും താലിയും ചാർത്തി ഇവിടെ പ്രാർത്ഥിച്ചാൽ ഇവിടെ മംഗല്യ ഭാഗ്യത്തിന് ഏറ്റവും പ്രശസ്തമാണ്. ഒരു ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ താലി കെട്ടുക എന്നുള്ളത് വളരെ എന്നും ഇവിടെ ഒരു താലികെട്ട് എന്ന് നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ചീനിക്കൽ ഭഗവതി ക്ഷേത്രം മാതൃഭാവത്തിലും ഉഗ്രരൂപിണിയായും കാളി ഭഗവതി പ്രതിഷ്ഠയായുള്ള അത്യപൂർവ ക്ഷേത്രം. തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നവഗ്രഹങ്ങൾ ഗുരുമുത്തപ്പൻ, ഗണപതി, വീരഭദ്രൻ, ഗണ്ഡകർണൻ, ശാസ്താവ്, ബ്രഹ്മരക്ഷസ്, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ താഴേക്കാവിൽ ദുർഗാ ഭഗവതിയെ കുടിയിരുത്തി ആരാധിച്ചു വരുന്നു. നമസ്കാരം, ഞാൻ വിഷ്ണുശാന്തി, ചീനിക്കൽ ഭഗവതി ക്ഷേത്ര മേൽശാന്തി. ചാലക്കുടിക്കടുത്ത് മുരുങ്ങൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് ചീനിക്കൽ ഭഗവതി ക്ഷേത്രം. ഇവിടെ പ്രധാന ദേവതയായിട്ടുള്ള മഹാകാളി, നമുക്കറിയാം കേരളത്തിൽ അനവധി ഭദ്രകാളി ക്ഷേത്രങ്ങളാണുള്ളത്. എന്നാൽ ആ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ചീനിക്കൽ ഭഗവതി ക്ഷേത്രം. എന്താണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് ചോദിച്ചാൽ, ഇവിടെ 2 സ്വഭാവത്തിലുള്ള ഭദ്രകാളിയാണ്. ഒന്ന് രൗദ്ര സ്വഭാവമുള്ള കാളിയും, 2 സൗമ്യമായിട്ടുള്ള മാതൃസ്വരൂപിണിയായിട്ടുള്ള കാളിയും. ഇത് മേൽക്കാവിൽ ഭഗവതിയും കീഴ്ക്കാവിൽ ഭഗവതിയും എന്ന സങ്കല്പമാണുള്ളത്. മേൽക്കാവിൽ ഭഗവതിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളത് പ്രതിഷ്ഠാ ധ്യാനം തന്നെയാണ്. അതിൽ ആ പ്രതിഷ്ഠാ ധ്യാനത്തിൽ ഒരു പർവ്വതത്തോളം ചൈതന്യമുള്ളവൾ, വളരെ മനോഹാരിതമായിട്ടുള്ള ശോഭയാർന്ന തിരുവാഭരണങ്ങൾ ചാർത്തി മാതൃസ്വരൂപിണിയായിട്ടുള്ള കാളിയും, 2 രൗദ്ര സ്വഭാവത്തോടു കൂടിയുള്ള ഭദ്രകാളിയും കീഴ്ക്കാവിൽ ഭഗവതി. നമ്മുടെ ഈ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാരം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായും നടത്താറുള്ള ഗുരുതി തർപ്പണമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഗുരുതി തർപ്പണവും, വിശേഷമായിട്ട് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മഹാഗുരുതിയും നടക്കുന്നു. കീഴ്ക്കാവിൽ ഭഗവതിക്കാണ് ആ മഹാഗുരുതി നടക്കുന്നത്. കഠിനമായ ശത്രുദുരിതങ്ങളും രോഗപീഠയൊക്കെ അനുഭവിക്കുന്ന നിരവധി ഭക്തജനങ്ങൾ നാടിൻ്റെ നാനാ ദേശത്തു നിന്നും ഈ സങ്കേതത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോകാറുണ്ട്. തീർച്ചയായിട്ടും ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാന ഒരു വഴിപാടാണ് നിറമാലയും തങ്കക്കിരീടം ചാർത്തിയുള്ള ദീപാരാധനയും. നിരവധി ഭക്തജനങ്ങളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഈ വഴിപാട് നടത്തി വിവാഹ സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് വിശേഷമായിട്ട് ഇവിടെ നടക്കുന്ന വഴിപാടാണ് നവഗ്രഹ പൂജ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കാലദോഷങ്ങളും നക്ഷത്രദോഷ പരിഹാരത്തിനും വേണ്ടി അനവധി ഭക്തരാണ് നവഗ്രഹ പൂജയിൽ പങ്കെടുക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ 9 മണിക്കാണ് വിശേഷമായിട്ടുള്ള നവഗ്രഹ പൂജ നടക്കുന്നത്. പിന്നീട് ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള വഴിപാടാണ് മലയാള മാസത്തിലെ 1-ാം തീയതി നടക്കുന്ന മുത്തപ്പന് വിശേഷാൽ പൂജയും വറപൊടി നിവേദ്യവും കരിക്ക് നിവേദ്യവും. ശൈവ ദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഈ മഹത്തായ പൂജ മലയാള മാസം 1-ാം തീയതിയാണ് നടക്കപ്പെടുന്നത്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും ശത്രുദോഷത്തിനും രോഗശാന്തിക്കും വ്യാപാര വിജയത്തിനും കീഴ്ക്കാവിലമ്മയ്ക്ക് ഗുരുതി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കരുതുന്നത്. മംഗല്യഭാഗ്യത്തിനും ദീർഘമാംഗല്യത്തിനും ഭഗവതിക്ക് പട്ടും താലി ചാർത്തി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണിവിടെ. നമസ്കാരം. ചീനിക്കലമ്മയുടെ നടയിൽ അതിവിശിഷ്ടമായിട്ടുള്ളതായ ചണ്ഡിയാഹോമം ഈ വരുന്ന 30, 31, 1 തീയതികളിൽ നടത്തപ്പെടുകയാണ്. ചീനിക്കലം ക്ഷേത്രത്തെക്കുറിച്ച്
പറയുകയാണെങ്കിൽ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ 800 വർഷങ്ങൾക്ക് അപ്പുറം ഒരു ചരിത്രമാണ് ഇവിടെ ജ്യോത്സ്യന്മാർ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതിലിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ 800 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ മുത്തപ്പൻ ശാസ്ത്രവിദ്യ പഠിക്കാനായിട്ട് അഴുവാഞ്ചേരി ചെല്ലുകയും അവിടെ നിന്ന് അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ആരാധന മൂർത്തിയായിട്ടുള്ളതായ ഭഗവതിയെ കൂടെ കൊണ്ടുവരികയും ഈ ദേശത്ത് വന്ന് ചീനി മരത്തിൽ കീഴിൽ ഇരുത്തി ആരാധിച്ചു പോന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മുത്തപ്പന്റെ കാലശേഷം അല്ലെങ്കിൽ മുത്തപ്പന്റെ തലമുറയായിട്ട് അത് തുടർന്നു പോരുന്നതിന് വേണ്ടിയിട്ട് ഭഗവതിയെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രശസ്തരായിട്ടുള്ളതായ 3 തറവാട്ടുകാരെ ഏൽപ്പിച്ചു എന്നുള്ളതും ആ തറവാട്ട് വഴിയായിട്ട് ആ ദേവിയെ ആരാധിച്ച് ഈ നാടിന് വലിയൊരു സമ്പത്തും അതുപോലെ തന്നെ അഭിവൃദ്ധിയും ഉണ്ടായ കാലഘട്ടത്തിലാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ചൈതന്യത്തിന് ലോപം വരികയും അതിനുശേഷം ആ ലോപത്തിന്റെ കാരണം കണ്ടെത്തിയിട്ട് ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു ക്ഷേത്ര പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് ആരാധനായ ക്ഷേത്രം തന്ത്രി പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തി ഇവിടെ ഈ നാടിന് മുഴുവനുമായിട്ട് ഭഗവതിയെ സേവിച്ചു പോരുകയുണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ നാടിന്റെ നാനാഭാഗത്തു നിന്നും തന്നെ പറയെടുത്തും അല്ലെങ്കിൽ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നും ഈ പരിസരത്തെ മുരുങ്ങൂര് ചീനിക്കൽ ഭഗവതി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് അതിപ്രധാനമായിട്ടുള്ളതായ അല്ലെങ്കിൽ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചൈതന്യം ഇവിടെ നിലനിന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ കാരണന്മാരുടെ ആ അനുഗ്രഹ ആശീസ്സുകളോട് കൂടി ഈ പോരുന്ന സമയത്താണ് പിന്നീടും ഒരു ചൈതന്യ ലോപം ഇവിടെ സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രധാന ജ്യോതിഷികളെ നമ്മൾ കണ്ടെത്തി അവർ വന്ന് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ക്ഷേത്രം ഈ വിഗ്രഹത്തിനൊത്തൊരു ക്ഷേത്രം പണിയണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി 2008 ആരാധനായ പറവൂർ ശ്രീധരൻ തന്ത്രികളും മറ്റഞ്ചായി കൃഷ്ണപ്പണിക്കറുള്ള അടക്കമുള്ള ആളുകൾ ഇരുന്ന ആ ജ്യോതിഷ തീരുമാനപ്രകാരം ഇന്ന് നമ്മൾ കാണുന്ന ഒരു 8 വട്ടത്തിൽ ചതുരത്തിൽ 8 വട്ടം എന്ന് പറയുന്ന തച്ചുശാസ്ത്രത്തിൽ അതിവിദഗ്ധമായൊരു കണക്കിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അത് ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു നിർമ്മാണമാണ്. അതിന് നമ്മുടെ ദേവദാസാചാര്യയുടെ അതിവിദഗ്ധമായ കണക്കിലാണ് ഈ ക്ഷേത്രം ഇതിന്റെ പ്രധാന കോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഈ ഭഗവതിയെ ആരാധിച്ചു പോന്നിരുന്നപ്പോൾ തന്നെ ജാതിയുടെ ഭാഗമായിട്ട് കീഴ്ജാതിക്കാർക്ക് ഈ ദർശനം നൽകുന്നതിനായിട്ട് ഭഗവതി പാലക്കടക്കില് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതും ആ ഭാഗമായിട്ട് അവരുടെ ആളുകൾ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരുള്ളതായ ആളുകൾ അമ്മയെ സേവിക്കുന്നതിനായിട്ട് വർഷത്തിലൊരിക്കൽ അവിടെ അവരുടേതായ പാട്ടും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠിച്ചു പോകുന്നു എന്നുള്ളതും അതിനെ കീഴ്ക്കാവ് ഭഗവതി എന്നായി അറിയപ്പെടുകയും ചെയ്തു. രണ്ടും ഭദ്രകാളി വിധാനത്തിലാണ് പ്രതിഷ്ഠ വന്നിട്ടുള്ളത്. അവിടെ ക്ഷിപ്രകോപിയായിരിക്കുന്നതായ ഒരു അവസ്ഥയിലാണ് ഭഗവതി ഇരിക്കുന്നത്. ഇവിടെ മാതൃസ്വരൂപിണിയായിരിക്കുന്ന പാപത്തിലാണ് പ്രധാന കോവിലിൽ അമ്മ ഭഗവതി മക്കളെ അനുഗ്രഹിക്കുന്നത്. അപ്പോ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ഇങ്ങനെ കയറിപ്പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്രയും ഭക്തര് ദേശങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും മറ്റേ ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനിടയിലാണ് വീണ്ടും ഒരു ചെറിയ ഒരു അഷ്ടമംഗല്യ പ്രശ്നം ഇവിടെ നടത്തേണ്ടതായിട്ട് വന്നു. അത് നടത്തേണ്ടതായിട്ട് വന്നപ്പോൾ തന്നെ 2008 നമ്മുടെ പ്രതിഷ്ഠയിൽ ചെറിയൊരു ലോപം ഇവിടെ സംഭവിച്ചു എന്നുള്ളത് കാരണം കണ്ടെത്തിയപ്പോഴാണ് ഇവിടെ മഞ്ഞളക്കുന്ന് ഭഗവതി എന്നൊരു ക്ഷേത്രം ഇവിടെ ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ടു എന്നുള്ളതും ആ ഭഗവതിയെ ഈ അന്നത്തെ കാരണന്മാരായിട്ട് ഇവിടെ തന്നെ കുടിയിരുത്തി നമ്മൾ ഇരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ദുർഗാ ഭഗവതി. ആ ഭഗവതിയെ പിന്നീട് നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കി എന്നുള്ളതായ വലിയൊരു മഹാപാപം അല്ലെങ്കിൽ അതൊരു പാപമായിട്ട് ഇവിടെ കണ്ടെത്തുകയും അതിന്റെ പരിഹാരം ഉടനെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭഗവതിയെ ദുർഗാ ഭഗവതിയെ നമുക്ക് ഈ ഭദ്രകാളിക്ക് മുന്നിൽ തന്ത്രശാസ്ത്രപതി പ്രകാരം ഇരുത്തണമെങ്കിൽ അത് കുളത്തിൽ നിർമ്മിച്ച് ജലവിധാനത്തിൽ ഇരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു നിർമ്മാണ രീതിയും കൂടി ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് നമ്മൾ പെട്ടെന്ന് തന്നെ ബാലാലയത്തിലേക്ക് നമ്മൾ ദുർഗാഭഗവതിയെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു പരിഹാരാർത്ഥം ഇത്രയും കാലം ആ ദുർഗാഭഗവതിയെ മാറ്റിയതിന്റെ ഒരു പരിഹാരാർത്ഥം നമ്മൾ ഇവിടെ ഒരു ചണ്ഡിയാഹോമം അങ്ങ് ആചാര്യൻ നിശ്ചയിക്കുകയുണ്ടായി. ഈ ചണ്ഡിയാഹോമം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതിനും ഒരു യോഗം വേണം, അല്ല അതിനൊരു വിധി വേണം. അപ്പൊ ആ വിധി പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ അതിബൃഹത്തായ രീതിയിൽ ഈ ചണ്ഡിയാഹോമം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചണ്ഡിയാഹോമത്തെ കുറിച്ച് നമുക്കറിയാം, ഗണപതിക്ക് മഹാഗണപതിയോരം പോലെ ശിവന് മഹാമൃത്യുഞ്ജയം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചണ്ഡിയാഹോമം. അത് നടത്തുന്നത് മൂകാംബികയിലെ വളരെ വിദഗ്ധരായിട്ടുള്ളതായ കാർമ്മികരാണ് ഇവിടെ വന്നത് നടത്തുന്നത്. അപ്പൊ അതിന്റെ പേരിൽ അത് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം
അമ്മ ഭഗവതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുമ്പോൾ പട്ടും താലിയും ചാർത്തി ഇവിടെ പ്രാർത്ഥിച്ചാൽ ഇവിടെ മംഗല്യ ഭാഗ്യത്തിന് ഏറ്റവും പ്രശസ്തമാണ്. ഒരു ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ താലി കെട്ടുക എന്നുള്ളത് വളരെ എന്നും ഇവിടെ ഒരു താലികെട്ട് എന്ന് നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ ദേശത്തിന്റെ എന്നല്ല നാനാ ഭാഗത്തു നിന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് വിദേശത്തുള്ള ഒരു ആളുകളാണ് ഇവിടെ വന്ന് താലി കെട്ടിയത്. അപ്പൊ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ഇവിടെ മംഗല്യഭാഗ്യം, മംഗല്യ യോഗം കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ കീഴ്ക്കാവിൽ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മൾ കുരുതി നടത്തി പ്രാർത്ഥിച്ചാൽ ഈ വ്യാപാര വിജയം, അതുപോലുള്ള വ്യവഹാര തർക്കങ്ങൾക്കൊക്കെ ഏറ്റവും ശമനം കിട്ടുന്ന ഒരു ഭഗവതിയാണ്, കൊടുക്കുന്ന ഭഗവതിയാണ് കീഴ്ക്കാവിൽ ഭഗവതി. ഇത്രയും ബൃഹത്തായുള്ളത് ഈ സങ്കേതത്തിലാണ് ഈ പറയുന്ന നമ്മുടെ ചണ്ഡിയാഹോമം നടക്കുന്നത്. ഇപ്പോൾ ശ്രീധരൻ തന്ത്രിയുടെ മകനായുള്ളതായ രാകേഷ് തന്ത്രികളാണ് ഇവിടുത്തെ താന്ത്രിക വിഷയങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും നല്ലൊരു സങ്കേതത്തിലേക്ക് നടക്കുന്ന ഈ ചണ്ഡിയാഹോമത്തിലേക്ക് എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. തന്നെ ആശ്രയിക്കുന്ന ഭക്തരെ കൈവിടാത്ത ഭഗവതിയാണ് ഇവിടെയുള്ളത്. ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഈ നടയിലെത്തി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതൊന്നുമില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ചീനിക്കൽ ക്ഷേത്രം ഓർമ്മ വെച്ച കാലം മുതൽ ഞാനിവിടെ വന്ന് തൊഴുത് ഒരു 96 കാലഘട്ടത്തോടെ ഞാനിവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. പക്ഷേ 21 വർഷങ്ങൾക്ക് ശേഷം ദേവി എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവരികയാണ്. അച്ഛൻ ഇവിടുത്തെ മുൻകാല പ്രവർത്തകനായിരുന്നു. അച്ഛന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചാലക്കുടിയിൽ ഒരു വീട് വെച്ച്. എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഞാൻ ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വരികയാണ്. അപ്പോൾ എനിക്കിവിടെ അന്ന് വരുമ്പോൾ എനിക്ക് വീടും സ്ഥലങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഞാൻ ദേവിയെ എന്നും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എന്നും ഈ നടയിൽ വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും പറ്റിയൊരു സങ്കേതം ഒരുക്കി തരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ എനിക്കത് ദേവി എനിക്ക് സാധിച്ചു തന്നു. അതോടൊപ്പം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദേവി വിദ്യാഭ്യാസത്തിന് വളരെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് നിലയിലും നമുക്ക് എത്താനായിട്ട് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം മതി. എൻ്റെ അമ്മയെക്കാളും കൂടുതലായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം സന്തോഷങ്ങളും വന്ന് പങ്കുവെക്കുന്നത് അമ്മയോടാണ്. അതോടൊപ്പം ഞാൻ ആഗ്രഹിച്ച എന്ത് കാര്യങ്ങൾ നടന്നാലും അമ്മയോട് വന്ന് ഞാൻ നന്ദി പറയും. അമ്മയെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾക്ക് വെള്ളമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാ കുളിയും അലക്കും ഒക്കെ ഞങ്ങൾ ചാലക്കുടി പുഴയിലാണ്. അവിടെ പോയി കുളിച്ചോണ്ടിരിക്കലേ എൻ്റെ താലിമാല നഷ്ടപ്പെട്ടു. താലിമാല എന്ന് പറഞ്ഞ ആള് ഇവിടുത്തെ പ്രസിഡന്റ്. ആ സമയത്ത് എൻ്റെ താലിമാല നഷ്ടപ്പെട്ടപ്പോ എനിക്ക് അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം എനിക്ക് അമ്മ അത് തന്നാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ ആ വെള്ളത്തിൽ നിൽക്കായിരുന്നു. ആ സമയത്താണ് എല്ലാവരും വന്ന് നോക്കിയിട്ട് ആർക്കും കിട്ടണില്ല. അപ്പൊ ലാസ്റ്റ് അവര് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ വന്നത് നോക്കാം, മണലെടുക്കണ സമയമൊക്കെയാണ് അന്ന് പുഴല്ല, മണലെടുക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. എനിക്കിതൊക്കെ ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് നീങ്ങില്ല അമ്മേന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരു വിളി വിളിച്ചു. അമ്മ ആ വിളി കേട്ടു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അമ്മ ആ മാലയും കൊണ്ടാണ് ഇങ്ങനെ, ചേട്ടന്റെ അമ്മയായിരുന്നു ലാസ്റ്റ് തപ്പിയത്. അമ്മയുടെ കയ്യില് മാലയായിട്ടാണ് അമ്മ ഇങ്ങനെ പൊന്തി വന്നത്. ആ ഒരു അനുഭവം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുമാതിരി നമ്മളുടെ മക്കളുടെ മംഗല്യത്തിനായാലും മക്കളുടെ രോഗങ്ങൾക്കായാലും അമ്മയെ നിരന്തരം വന്ന് നമ്മള് പ്രാർത്ഥിച്ചു പോയാ എത്ര വലിയ ദുരിതങ്ങളായാലും അമ്മ നമുക്ക് തീർത്തു തരും. ഞാനിവിടെ വന്നെന്നും തൊഴുതിരുന്നതാണ്. പെട്ടെന്നാണ് എനിക്ക് ക്യാൻസർ വന്നത്. അങ്ങനെ ഞാൻ 4 മാസം കിടപ്പായിരുന്നു. മൂക്കിൽ ട്യൂബിട്ടാണ് ഞാൻ വെള്ളം കുടിച്ചിരുന്നത്. മിണ്ടൂലായിരുന്നു. ഞാനന്ന് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് വീണ്ടും വരണം എൻ്റെ അമ്മനെ കാണാൻ, അതിനെന്നെ ഇതിൽ നിന്ന് ഉയർത്തണം എൻ്റെ അമ്മ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ചേട്ടനാണ് എന്നെ നോക്കിയിരുന്നത്. മിണ്ടൂലായിരുന്നു. ഞാൻ 4 മാസം കിടപ്പായിരുന്നു. ഡോക്ടർ വരെ എന്നെ കൈ ഒഴിഞ്ഞതാണ്. ഞാൻ എല്ലാ അമ്പലത്തിലും തൊഴുത് ഇവിടെ അമ്മയുടെ അടുത്ത് വരും. അതിൻ്റെ ഒറ്റ ശക്തി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ നാരായണ, ദേവി നാരായണ. അതിപ്രശസ്തരായ ജ്യോതിഷ പണ്ഡിതർ വിവിധ സമയങ്ങളിൽ നടത്തിയ പ്രശ്നചിന്തയിൽ കണ്ടെത്തിയത് പ്രകാരം 800 വർഷത്തിലധികം കാലപഴക്കവും ചരിത്രവും ഈ ക്ഷേത്രത്തിന് പറയുന്നു. ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് ആഴിവാഞ്ചേരി മനയിൽ മന്ത്രതന്ത്രാദി ശാസ്ത്രങ്ങൾ അഭ്യസിക്കാൻ ചെന്ന ശ്രീ മുത്തപ്പൻ തൻ്റെ ശാസ്ത്ര വിദ്യാഭ്യാസം കഴിഞ്ഞ്
തിരികെ പോന്നപ്പോൾ ആഴ്വാഞ്ചേരി മനയിലെ ഉപാസനമൂർത്തിയായ സാക്ഷാൽ ശ്രീ മഹാദേവിയെ തൻ്റെ കൂടെ കൊണ്ടുവരികയും കുടുംബ പരദേവതയായി ചീനിമരച്ചുവട്ടിൽ കുടിവെച്ച് ആരാധിച്ചു പോരുകയും ചെയ്തു. പിന്നീട് മുത്തപ്പന്റെ പിൻതലമുറക്കാർ ഇത് തുടർന്നു പോരുകയും ചീനിക്കലമ്മ എന്നറിയപ്പെടുകയും ചെയ്തു. പ്രശസ്തരായ 3 തറവാട്ടുകാർ ചേർന്ന് കുടിയിരിപ്പ് സമ്പ്രദായത്തിൽ ആരാധിച്ചു പോന്ന ദേവിയെ പിന്നീട് ദേവീ ചൈതന്യത്തിന് ലോപം സംഭവിച്ചതിന്റെ ഫലമായി നാട്ടിൽ രോഗദുരിതങ്ങൾ വൃദ്ധിക്ഷയങ്ങളും വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നചിന്ത നടത്തി ക്ഷേത്രവിധാനത്തിലേക്ക് കൊണ്ടുവരികയും ഇന്ന് കാണുന്ന തച്ചുശാസ്ത്രത്തിൽ അപൂർവമായി കാണുന്ന ചതുരത്തിൽ 8 വട്ടമെന്ന അതിമനോഹരവും അവർണീയവുമായ കണക്കിൽ നിർമ്മിച്ച മനോഹരമായ പ്രധാന കോവിലിൽ മാതൃസ്വരൂപിണി ഭാവത്തിൽ ഭദ്രകാളിയായി ഭഗവതി കുടികൊള്ളുന്നു. കൂടാതെ കീഴ്ക്കാവിൽ ഭദ്രകാളി രൗദ്രഭാവത്തിലാണ് കുടികൊള്ളുന്നത്.